പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് കൂടെ നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കണമേ. ഇന്നേക്ക് 2.5 മാസം മുമ്പ് എന്റെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒരു രാത്രികാലം കംപ്ലീറ്റ് സ്റ്റോപ്പായിട്ട്, ഫീമർ വെയിൻസ് രണ്ടും ബ്ലോക്കായിട്ട് എന്റെ കാലുകൾ മുറിക്കണം എന്ന് അൽനാദ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവർ വിധി എഴുതി. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് സർജറിക്ക് വേണ്ടി, ആംപ്യൂട്ടേഷന് വേണ്ടി അവിടെ ചെല്ലുവാൻ ഞങ്ങളോട് ആജ്ഞാപിച്ചു. ഞാനും വൈഫും ഷാൻ പാസ്റ്ററും കൂടെ അവിടേക്ക് കടന്നുപോയി. ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഭയമില്ലേ? ഞാൻ പറഞ്ഞു, എന്റെ ദൈവം ജീവിക്കുന്നു. ഞാനിവിടെ തുള്ളിച്ചാടി. എന്റെ പ്രായം നിങ്ങൾക്കറിയാമോ? ഷിബു പാസ്റ്റർ, ഡോക്ടർ ഷിബു ഇപ്പോ പറഞ്ഞു 70-75 ആയാൽ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന്. ഞാനിവിടെ തുള്ളിച്ചാടിയത് എന്താണെന്നറിയാമോ? എന്റെ ദൈവം ഇറങ്ങി വന്ന് എന്റെ കാല് മുറിക്കാൻ സമ്മതിച്ചില്ല. ഞാനിവിടെ തുള്ളിച്ചാടി ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ ദൈവം ജീവിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെക്കാൾ ഉപരി ശക്തിയും രക്തഓട്ടവും തന്ന് തന്റെ മാറിലെ തങ്കച്ചോരയാൽ നമ്മെ വീണ്ടെടുത്ത് നിർത്തിയിരിക്കുമ്പോ നമുക്ക് കരമുയർത്തി മതിമറന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമ്മുടെ കർത്താവ് ജീവിക്കുക, നമ്മുടെ കർത്താവ് ജീവിക്കുക.